എനിക്കൊന്ന് നിർമ്മലിനെ ഹരീഷ് പറയുന്നതിനേക്കാൾ നന്നായി നിർമ്മലാണല്ലോ പറയുന്നത്. ഹരീഷിനെ പ്രസൻസ് സ്റ്റേജ് ചെയ്യുമോ? അത് ചെയ്യത്തില്ല അല്ലേ? അത് പക്ഷേ രസമുണ്ട്. അത് കാരണം എനിക്കൊന്ന് ഒരു ഡിറ്റോ പോലെ തോന്നും നമുക്ക് അടുത്തിരിക്കുമ്പോൾ. അങ്ങനെ അല്ല, അതാ ഞാൻ പൊതുവെ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ പെയിന്റിങ് പണി ഇതൊക്കെ സമയത്ത് തന്നെ ഇടയ്ക്ക് പ്രോഗ്രാം വിളിക്കുമോ? ഞങ്ങൾ ആ കെമിസ്ട്രി അത് ഭയങ്കര വർക്ക്. അപ്പൊ എനിക്ക് വിനോദേട്ടൻ ദേവരാജ് കൂടെ പോകുന്നുണ്ടെങ്കിലും എനിക്ക് ഇവന്റെ കൂടെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ചെറിയ ചെറിയ പരിപാടി, ഒരു 600 രൂപ ഉണ്ട്, പോവാ ഞങ്ങൾ 600 രൂപയുണ്ട് 600 പരിപാടി. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ എനിക്ക് കുറച്ച് കൃഷി പരിപാടിയൊക്കെ ഉണ്ട് പറമ്പില്, ഒക്കെ ഉണ്ട്. ആ സമയത്തേക്ക് വിളിക്കാം, എടാ പ്രോഗ്രാം ഉണ്ട്. എവിടെയാ? കാസർഗോഡ്. അപ്പൊ ഇവന് കാസർഗോഡ് ഒരു മാസം പരിപാടി ഉണ്ടാവില്ല, ആകെ വന്ന പരിപാടി ആയിരിക്കും. കാസർഗോഡ് ഇഷ്ടം കൊണ്ടുപോവാ. അപ്പൊ ഇവൻ പറയാ ചേൽക്കാണ്ടിരുന്നാലാണ് ഇനിയിപ്പം ഇവിടുന്ന് ട്രെയിൻ കയറി 5 മണിക്കൂർ എടുത്ത് അങ്ങോട്ട് പോയി ഞാൻ ദേശത്തെ കപ്പയൊക്കെ പോയി ശേഷം ബീഫൊക്കെ ഉണ്ടാക്കിയത് അങ്ങയിൽ നിൽക്കാൻ ഞാൻ ഒഴിവായിക്കാളത് ആകെയുള്ള വരുമാനം ഒഴിവായി. ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇത്രയും മടി, വീട്ടിൽ ചുറ്റുപാടും അങ്ങനെ കഴിയുന്ന ഇവന് വീട്ടിലിരിക്കാൻ പറ്റാത്ത തിരക്കായി. ഇപ്പൊ ശരിക്കും അന്ന് അത്രയും മടിയായിരുന്നു പുറത്തിറങ്ങി പോവാ. തിരുവനന്തപുരം വീട്ടിൽ കയറാൻ പ്രയാസമായിരിക്കും അല്ലേ? വീട്ടിൽ കയറാൻ പറ്റാണ്ടേ. ഒരു മാസത്തിൽ എത്ര തവണ പോകും വീട്ടില്? അല്ല, ഞാൻ ഒരു ദിവസം ഷൂട്ടിന്റെ സമയത്തൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അപ്പൊ വീട്ടിലേക്ക് പോയിട്ട് പിറ്റേ ദിവസം തിരിച്ചു വരുന്ന രൂപത്തിൽ എങ്ങനെയാലും വീട്ടിൽ പോകും. ഈ കൂടുതൽ ദിവസങ്ങൾ വീട്ടിൽ വരാതിരിക്കുന്നതില് ഈ സന്ധ്യ ഹാപ്പിയാണോ? ഈ ദാമ്പത്യം പച്ചപിടിച്ച് വരുമല്ലേ അല്ലേ? അല്ല സന്ധ്യ ഞാൻ ആ സമയത്തൊക്കെ ഞാൻ ലൊക്കേഷനിൽ കൊണ്ടുപോയി നിർത്തിയ റൂമിൽ നിർത്തിയിരുന്നു. ആണോ? മോനെയും വൈഫിനെയും ഒക്കെ കൊണ്ടുപോകും. മക്കളൊക്കെ ഇപ്പൊ സ്കൂളിൽ പോകാൻ മോൻ 5ാം ക്ലാസ്സിലായി, മോൾ 1ാം ക്ലാസ്സിലായി. വലിയ കുട്ടിയായി, അച്ഛനും വളർന്നു മക്കളും വളർന്നു. ഒരു മകൻ, ഒരു മോനും ഒരു മോളും. ഓക്കെ. നിർമ്മലിന്റെ അവസ്ഥ? 2 ആൺകുട്ടികൾ. ഒരാൾ 1ാം ക്ലാസ്, 4ാം ക്ലാസ്. ലൊക്കേഷനിൽ കൊണ്ടു നടക്കൂ? ഇല്ല. ഓക്കെ, നിങ്ങളുടെ ഒരു പഴയ കാലത്ത് ഒരു ചിത്രം വളരെ വിജ്ഞാനപ്രദമായ ഒരു പടം കാണിച്ചു തരാം. ഓക്കെ, LED ഹരീഷ് നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നല്ലേ? ട്രെയിനിലാ ഞങ്ങള് ഇതേപോലെ ഏതോ കാസർഗോഡ് എവിടെയോ പ്രോഗ്രാം കഴിഞ്ഞു. കാസർഗോഡ് പോകത്തില്ലല്ലോ, നമ്മളിവിടെ തന്നെ. കാസർഗോഡ് കഴിഞ്ഞിട്ട് അങ്ങനെ എപ്പോഴോ എങ്ങനെയോ സീറ്റ് കിട്ടിയിട്ടിരിക്കും. അല്ലാണ്ട് ഇത് റിസർവേഷനോ പരിപാടി ഒന്നും അല്ല. നമ്മൾ എത്രയോ മണിക്കൂർ നിന്നിട്ട് ലാസ്റ്റ് എവിടെയോ ഒരു സീറ്റ് കിട്ടിയപ്പോൾ ആ ഇരുത്തത്തിൽ തളർന്നുറങ്ങിപ്പോയതിരിക്കും. നിർമ്മലിനെയും ഈ വേദിയിൽ വെച്ച് വല്ല അംഗീകാരം വല്ലതും കിട്ടിയിട്ടുണ്ട്? വേദിയിലൊക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള അംഗീകാരങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ചില ആളുകൾ തന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും സ്റ്റേജിൽ ഐറ്റം കളിച്ചോണ്ടിരിക്കുമ്പോ ഒരാള് മുമ്പിന്ന് കൈയടിച്ചിട്ട് സൂപ്പറായിട്ടുണ്ട്. അല്ല സൂപ്പർ, നിങ്ങൾ സൂപ്പറായിട്ടുണ്ട്. ഞാനാണെങ്കിൽ ആരെങ്കിലും ടോപ്പാക്കി എനിക്ക് ഉറക്കണ്ടാവില്ല, അതിന്റെ ആളാ. ഞാൻ മൂപ്പർക്ക് മാത്രമേ ഒരു താങ്ക്സ് ഇട്ടുണ്ട്. അടുത്ത ഷെയർ ചെയ്യുമ്പോ ഇയാള് ഒരു രക്ഷയില്ല, ഇവരൊന്നല്ല നീയാണ് സൂപ്പർ എന്ന്. അത് കഴിഞ്ഞപ്പോ 100 രൂപ സ്റ്റേജിലേക്ക് കൊണ്ടിട്ട് കീശയിലിട്ട് തന്നിട്ട് ഉമ്മയൊക്കെ തന്നിട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ പരിപാടി കഴിഞ്ഞപ്പോ ഇവർക്ക് ആർക്കും പൈസ കിട്ടില്ല, എനിക്ക് മാത്രമേ പൈസ കിട്ടിയുള്ളൂ. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഈ കക്ഷി എൻ്റെ അടുത്തേക്ക് വരിക, വന്നിട്ട് ചോദിക്കാം, ഇങ്ങൾക്ക് തന്ന പൈസ അത് അംസത്തലീൻ്റെ പൈസയാണ്, അതോ ചോദിക്കണ്ടോ അവന് കൊടുക്കണമെന്ന്, ആ 100 രൂപ തിരിച്ചു കൊടുക്കണമെന്ന്. ഞാൻ മെല്ലെ തിരിച്ച് അവനെ നോക്കിയിട്ട് കൊടുത്തിട്ട് ഗ്രീൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് മേലാൽ എഴുതിയേ കാണരുത്, ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന പരിധിയില്ലേ. എടോ ഞാനൊക്കെ എത്ര വർഷമായി ഫീൽഡിൽ, ഞാൻ പൈസ ചോദിച്ചിട്ട് ഭയങ്കര മോശമായി നിങ്ങൾ ചെയ്താറ്, ഞാൻ വഴിക്ക് കാണരുതിട്ടോ പിക്കോ പറഞ്ഞ് പോയി ഓടി കിട്ടും. അപ്പോൾ ദേവനും ഇവരൊക്കെ വന്ന് എന്താ വെച്ചു, ഞാൻ സെൽഫി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പിന്നെയും അല്ലല്ല നിങ്ങൾ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുകയാണെങ്കിൽ 100 നിങ്ങൾ എടുത്തോളി. അയ്യയ്യയ്യേ, ഒരു 100 രൂപയൊക്കെ നിങ്ങൾ ഇങ്ങനെ, നിങ്ങൾക്ക് 100 500 ഞാൻ തരൂ. ഒരു കിണറട്ടം കണ്ട ഞാൻ ഇറങ്ങി ചാടിയില്ല, അത്ര അവസ്ഥയായിരുന്നു. എനിക്കൊന്ന് സിനിമയിൽ സജീവമായതിനു ശേഷം ഈ സ്റ്റേജ് വേദികളും ഒക്കെ തന്നെ തുടർന്നോ? എങ്ങനെയായിരുന്നു ഹരീഷ്? ഞങ്ങളിപ്പോ കഴിഞ്ഞപ്പോ ഖത്തറിൽ പ്രോഗ്രാം ചെയ്തു. ഹരീഷ് അത് വിടുന്ന പരിപാടിയില്ല? നിർമ്മലോ അങ്ങനെ തന്നെ? ഓക്കെ, അതിന്റെ ഒരു സാമ്പത്തിക വശമാണോ നമ്മളെ പ്രേരിപ്പിക്കുന്ന, അതോ ആത്മസാക്ഷാത്കാരം? സ്റ്റേജ് നമുക്ക് സ്പോട്ടിൽ റിസൾട്ട് ആണ്. അപ്പൊ കിട്ടും, അടിയാണെങ്കിലും കയ്യടിയാണെങ്കിലും അപ്പൊ കിട്ടും. നമുക്ക് റെസ്പോൺസിന് ലേറ്റ് അല്ല അല്ലേ? ടിക്കറ്റ് എടുത്ത് പറയാനുള്ള അവസരം ഉണ്ടാക്കൂല, കിട്ടില്ല. പറയൂ, കുട്ടേട്ടൻ എന്തോ ചോദിക്കുന്നു. കുട്ടേട്ടൻ ചോദിച്ചോളൂ. ഹരീഷ് കണാരൻ ആൻഡ് നിർമ്മൽ പാലാഴി, നിങ്ങൾ ഖത്തർ നാഷണൽ ഡേക്ക് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. പ്രോഗ്രാം അവതരിപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് മുഴുവൻ കാശും കിട്ടി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് കുട്ടേട്ടന്റെ മെമ്മറിയിലുമുണ്ട്. മുഴുവൻ പൈസ കിട്ടിയോ? പിന്നെ
പ്രോഗ്രാം ചെയ്യാതെ. അതെങ്ങനെയാണ് അത് സാധാരണ? നാഷണൽ ഡേയുടെ പ്രോഗ്രാമാണ്. ആ. അപ്പം ഞങ്ങൾ ഓരോരുത്തർക്കും 1.5 മണിക്കൂർ സ്ലോട്ട് ഉണ്ട്. ഞങ്ങൾക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് കപിൽ ശർമ്മ ടീമിന്റെ അവരുടെ കോമഡി ഉണ്ട്. അങ്ങനെ ഓരോ ടീമിന്റെ. അപ്പൊ ഞങ്ങൾ സുരാജേട്ടൻ ടീം പോയി ഷോ ചെയ്തു. ഫസ്റ്റ് ഇവരുടെ ഞാന്, ദേവൻ, നിർമ്മല്, പ്രദീപ്, സുരാജേട്ടൻ, കണാരൻ ഐറ്റം കയറി ചേർന്നിട്ട് ഇവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അവിടെ തുടങ്ങിയ കൂക്കോട് എന്ന് പറഞ്ഞ ഒരു അക്ഷരം പറയാൻ പറ്റാത്ത രീതിയിൽ പോരാ. പക്ഷെ അത് ഇതിൽ കസാരയൊക്കെ എടുത്ത് പൊന്തിക്കുന്നുണ്ട്. ലാംഗ്വേജ് ഇല്ല, ഇത് ഞങ്ങളിത് തീർത്തിട്ടേ നിർത്തൂ എന്നുള്ള പരിപാടിയിൽ ഞങ്ങളും. അത് കഴിഞ്ഞ് സുരാജേട്ടൻ കയറി. കണാരൻ മൊത്തം കൂവല, കണാരന്റെ ഓരോ ഡയലോഗിനും കൂവല്. അത് കഴിഞ്ഞ് സുരാജേട്ടൻ കയറി കൂവല. അങ്ങനെ അപ്പം ഇത് കമ്മിറ്റീൻ്റെ ആള് തന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പേയ്മെന്റ് ഒക്കെ തന്നു. മതി, പ്രോഗ്രാം മതി. നിങ്ങൾ ഒരു വണ്ടിയൊക്കെ തന്നിട്ട് നിങ്ങൾ ഖത്തർ മൊത്തം കറങ്ങിക്കോ, എൻജോയ് ചെയ്തോളാൻ പറയും. ഭക്ഷണം കഴിക്കാനുള്ള ഫുൾ സെറ്റപ്പ് ഹോട്ടലുകളൊക്കെ റെഡിയാക്കി. അപ്പം സംഭവം എന്താന്ന് വെച്ചപ്പം ഈ നാഷണൽ ഡേ ആയതുകൊണ്ട് മലയാളീസൊക്കെ ഫ്രീ പരിപാടിക്ക് പോയിട്ട് ഹിന്ദിക്കാർ മൊത്തം കപിൽ ശർമ്മേനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇവർക്ക് എന്ത് കണാരൻ ഒന്നും മനസ്സിലാവുന്നില്ല പറയുന്നത്. കപിൽ ശർമ്മേന്റെ പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. ഇവരാണ് ഈ കസേരയൊക്കെ എടുത്ത് മലയാളിയില്ല. ഞങ്ങൾ മലയാളത്തിൽ ഇങ്ങനെ 3 ആള് വേറെ ബോഡി ലാംഗ്വേജ് പരിപാടി എന്തെങ്കിലും ഇരുന്ന് സംസാരിക്കാനുള്ള കണാരൻ എന്താ കേക്ക് 15 മിനിറ്റോളം അതിന്റെ കുക്ക. പിന്നീട് മനസ്സിലായല്ലേ സ്പോൺസർ പറഞ്ഞപ്പോ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കാശ് കിട്ടിയല്ലോ, പിന്നെ കൂലും കിട്ടി, പൈസയും പോയെങ്കിലേ. അല്ല, അവർക്ക് ഞങ്ങളോട് സോറി പറഞ്ഞു. സോറി വരാത്തോണ്ടാ. ഈ നമ്മളെ ഈ കൂക്കി നിർത്തിപ്പിച്ച് അല്ലാതെ നമുക്ക് നിർത്തേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ ഈ കല്യാണം കഴിക്കുന്ന മുന്നേ പ്രേമിച്ച് ആ സമയത്ത് കുറച്ച് മിമിക്രി ആയിട്ട് നടക്കുന്ന സമയത്ത്, ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ വേറൊരു കലാഭവൻ പ്രദീപ് ലാലുണ്ട്. അതിനുശേഷം കലാഭവനിലൊക്കെ കോഴിക്കോടുള്ള ഫ്ലവേഴ്സിന്റെ ഷോയിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പ്രദീപ് ലാലിനെ അതിൽ പരിചയപ്പെട്ട് ഞാൻ കുറച്ച് നടന്മാരെയൊക്കെ അനുകരിക്കും. അങ്ങനെ പ്രദീപ് ലാലിന് ഒരു ടീമുണ്ട്. ആ ടീമിൽ എന്നെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഷോക്കാർഡ് അടിക്കല്ലോ, പോസ്റ്റർ അടിക്കാൻ വേണ്ടി ആൾക്ക് ഡിസൈൻ ചെയ്ത് വെച്ച്. അപ്പോൾ എൻ്റെ നാട്ടിലൊരു സുനി എന്ന് പറഞ്ഞൊരു സിംഗറുണ്ട്. ഈ സുനി എൻ്റെ അടുത്ത് ഒരു കലാഭവൻ ഒരാളുണ്ട്, കലാഭവനിലാണ് വർക്ക് ചെയ്യുന്നത്, കലാഭവൻ ആനന്ദൻ നമ്പ്യാർ എന്നും പറഞ്ഞിട്ട് ഇയാളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ എന്നോട് പറഞ്ഞ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നടന്മാരെയൊക്കെ എടുപ്പിച്ചു. ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കലാഭവനിലേക്ക് സെലക്ട് ചെയ്ത് ഞാൻ കലാഭവൻ ഹരീഷായി. സിനിമയിൽ വരാൻ മെയിൻ കലാഭവനാണല്ലോ. കലാഭവൻ വേറെ സിനിമയിൽ ചാൻസ് കിട്ടും. ഓക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്ത് മെല്ലെ ഇവരെ ഇതൊന്നും ഒഴിവായി. ഇവരോട് പറഞ്ഞില്ല, പറഞ്ഞതേ ഇല്ല. ഇവർ വിളിച്ചിട്ടൊന്നും ഞാൻ പോയതൊന്നുമില്ല. നേരെ ഇവരെ വന്ന് ഇതിൽ വന്ന് റിഹേഴ്സൽ ചെയ്ത് ഒരു പോസ്റ്ററൊക്കെ അടിച്ചു. പോസ്റ്ററിൽ ഫോട്ടോ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നാട്ടില് മൊത്തം ഞാൻ തന്നെ ഒട്ടിച്ചു, ഫുള്ള് ഒട്ടിച്ച് എല്ലാവർക്കും പഠിച്ച സ്കൂളിൽ വരാൻ ഒട്ടിച്ചു. എല്ലാവർക്കും പാസ് വരെ കൊടുത്ത്, പാസ് കൊടുത്ത് കൂടത്തിൽ ഇവക്കും കൊടുത്ത്, ഇവളെ ഫാമിലിക്ക് വീട്ടുകാർക്കൊക്കെ ഇവളെടുത്ത് സന്ധ്യക്ക് കൊടുത്ത്. ഇവരെല്ലാവരും കോഴിക്കോട് ശ്രീനാരായണ സെൻട്രൽ ഹാളിൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ബാബുസ്വാമി ഉദ്ഘാടനം ചെയ്ത് ഹോള് ഫുള്ളാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രദീപ് ലാലും ടീമും ഉണ്ട് പുറത്ത്. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഇവരുണ്ട് ഗേറ്റിൻ്റെ അവിടെ. ഞാൻ പറഞ്ഞു ദയവ് ഇതുവരെ കയറ്റരുത് കേട്ടോ, ദയവ് ഇത് കയറ്റരുത്. പലതരത്തിലും തടഞ്ഞിട്ടും ഇവർ കയറി ഞാൻ അവിടുന്ന് അടിച്ചു മാറ്റി ഐറ്റാണ് ഇവിടെ കളിക്കുന്നത്. അങ്ങനെ ഡോക്ടറും രോഗി എന്ന് പറഞ്ഞാൽ അന്ന് മറ്റേ ഒരു കുടുക്കയിൽ കൈ കുടുങ്ങിയിട്ട് ഊരാൻ പറ്റാത്തൊരു സ്കിറ്റ് ഉണ്ട്. അങ്ങനെ വരുന്നു. അപ്പൊ അവിടുന്ന് ഇവര് കയറിയല്ലോ, അതാ ഇപ്പൊ കുടുക്കയില് കൈയിടും. അവന്മാര് വിളിച്ചു കൈ കൊടുക്കും, ഊരാൻ കിട്ടൂല. നമ്മൾ ചെയ്യുന്ന ഒരു സെക്കൻഡ് മുന്നേ പറയും. ഇവരെ കുക്കുകളി ഇത് മൊത്തം പറഞ്ഞ് എല്ലാ കൗണ്ടറും വരെ അവിടുന്ന് വിളിച്ചു പറയും. പ്രോഗ്രാം പൊട്ടിപ്പാളി, മൊത്തം നാട്ടിൽ വരെ പോകാൻ പറ്റാത്ത സന്ധ്യ എണീറ്റ് പോയോ? ഞാൻ നോക്കുമ്പോ സന്ധ്യ ബാക്കിൽ ഞാൻ പോകട്ടെ. അപ്പൊ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോ ഒരു മനുഷ്യ ജീവില്ല, ഒറ്റയാളുമില്ല, എല്ലാരും പോയി. അപ്പൊ ഞാൻ ഈ അടുത്തൊരു ഐറ്റം ഞാൻ ആനന്ദനോട് ചോദിച്ചല്ല, ഈ ഐറ്റം കയറി ക്യാമറ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന്. അന്ന് ഞാൻ ഒരാഴ്ച വീട്ടിൽ പോയില്ല. ഈ സന്ധ്യ പിന്നെ 2 ആഴ്ചത്തെ കണ്ടോ? പിന്നെ അവര് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞാണോ അല്ലേ?